നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് വരണമേ, നിറയണമേ. വചനങ്ങളുടെ അർത്ഥം കർത്താവ് തന്നെ പറഞ്ഞു തരണം. നീ വാക്കുകളെ തരണം. അടിയൻ്റെ വാ തുറന്ന് സംസാരിക്കുവാനുള്ള വലിയ കൃപ, അനുഗ്രഹങ്ങൾ, പ്രാപ്തി നീ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്ക് ശ്രോതാക്കൾക്ക് അത് അനുഗ്രഹപ്രദമായി മാറട്ടെ. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ, ഹൃദയത്തിന് പരിവർത്തനം വരുത്തുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ വലിയ കൃപകളെ സ്വർഗീയ പിതാവിൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഇന്ന് നമുക്ക് എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം ഇന്ന് ആരംഭിക്കാം. 1-ാം വാക്യം. വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവീൻ. നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നവരാകണം. എങ്ങനെ? വത്സല മക്കളെ പോലെ നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നവരാകണം. തൊട്ട് മുമ്പ് 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പറഞ്ഞു നിർത്തിയത്, ദൈവം നിങ്ങളോട് ചെയ്തതുപോലെ പരസ്പരം ക്ഷമിക്കുക, കരുണ കാണിക്കുക, ഹൃദയ ആർദ്രതയോടുകൂടെ പെരുമാറുക. അങ്ങനെ 32-ാം വാക്യത്തിൽ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവതത്വശാസ്ത്രപരമായ ആ ഒരു അളവിൽ നോക്കിയാൽ അങ്ങനെ മക്കളാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതിനേക്കാട്ടിലുപരിയായിട്ട് നമ്മുടെ കഴിവ്, നമ്മുടെ സ്വഭാവം തുടങ്ങിയവയിൽ മക്കളെന്ന ആ യോഗ്യത നമ്മൾ കാണിക്കണം എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. സെമിറ്റിക് ഭാഷയുടെ പ്രയോഗത്തിൽ ആ അർത്ഥമാണ് ധ്വനിക്കുന്നത്. ഉദാഹരണമായിട്ട് മലയിലെ പ്രസംഗത്തിൽ ക്രിസ്ത്യ വിശ്വാസികൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മനുഷ്യരോട് പിതാവ് എന്ന നിലയിൽ ദൈവം കാണിക്കുന്ന ആ സാർവത്രിക സ്നേഹത്തെ അനുകരിച്ചുകൊണ്ട് ആയിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44, 45, 46 വാക്യങ്ങൾ പറയുന്നു. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യൻ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ഉള്ളത്? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചു, അതിനെന്ത് പ്രയോജനം? ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നില്ലേ? നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നാണ് പൗലോസ് തൻ്റെ ലേഖനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ അനുകരിച്ച് ആ ഒരു രീതിയിൽ വിശുദ്ധ ജീവിതം നയിക്കണം. പത്രോസ്, യോഹന്നാൻ അപ്പോസ്തലന്മാരും ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 2:21 പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നവർക്ക്
ചില അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ക്രിസ്തുവിനെ അങ്ങ് അനുകരിച്ചു, അതുകൊണ്ട് നമുക്ക് ചില നഷ്ടങ്ങളുണ്ടായി എന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. ചില വാഗ്ദാനങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, നമുക്കൊരു ആത്മീയ പ്രകാശം ലഭിക്കുന്നു. യോഹന്നാൻ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, യേശു അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. കർത്താവിനെ അങ്ങ് അനുകരിച്ച് നടന്നാൽ നമുക്ക് പിന്നെ അന്ധകാരത്തിൽ നടക്കേണ്ടി വരത്തില്ല. പിന്നെയോ ജീവൻ്റെ പ്രകാശം അവനിലുണ്ടായിരിക്കും. അതൊരു വലിയ വാഗ്ദാനമാണ്. ഞാനെങ്ങനെ ഈ വഴി അറിയുന്നത്? ജീവൻ്റെ വഴി എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് ചിലർ വിചാരിക്കും. യേശുക്രിസ്തുവിനെ അങ്ങ് അനുകരിച്ചാൽ ജീവൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കും. മാത്രമല്ല, രണ്ടാമതൊരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ സ്വരം നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. അത് യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ട്. 10-ാം അധ്യായം 27-ാം വാക്യം. യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ആടുകളെ എങ്ങനെയാണ് ആട്ടിടയനെ അനുഗമിക്കുന്നത്? ആട്ടിടയൻ്റെ സ്വരം ആടുകൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ആടുകളും. യേശു നല്ല ഇടയനുമാണ്. യേശുവിൻ്റെ സ്വരം അവൻ്റെ ആടുകൾ തിരിച്ചറിയുന്നു. അങ്ങനെ പോകുവാൻ സാധിക്കും. വഴി അറിയത്തില്ലെന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട. കർത്താവിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കും. ആ സ്വരം കേട്ട് അങ്ങ് പൊക്കൊണ്ടാൽ മതി. മൂന്നാമതൊരു വാഗ്ദാനം തന്നത്, പിതാവ് ബഹുമാനിക്കും നമ്മളെ. എന്തൊരു അനുഗ്രഹമാണ്! യേശുക്രിസ്തുവിനെ അനുകരിച്ച് മുന്നോട്ട് പോയാൽ പിതാവായ ദൈവം നമ്മളെ ബഹുമാനിക്കും. അത് യോഹന്നാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 12-ാം അധ്യായം 26-ാം വാക്യം. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ആരാ വന്ന് ബഹുമാനിക്കുന്നത്? പിതാവ് ബഹുമാനിക്കും. യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവരെ പിതാവ് ബഹുമാനിക്കും. ഞാൻ അടുത്ത വാക്യത്തിലോട്ട് പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായം 2-ാം വാക്യം. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവീൻ. അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. സുരഭില കാഴ്ചയും ബലിയുമായിട്ട് യേശുക്രിസ്തു തന്നെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ സ്നേഹത്തിൽ നമ്മളും ആയിരിക്കണമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഒരു യാഗമായി തീർന്നു എന്നതാണ് യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ എടുത്തു പറയത്തക്ക ആ സംഭവം. യേശുവിൻ്റെ മാർഗം പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ നൽകിക്കൊണ്ട് വിശ്വാസികൾ സ്നേഹത്തിൽ നടക്കുന്നു. ഈ സ്നേഹമെന്ന് പറഞ്ഞാലേ ഞാൻ സ്നേഹിക്കുന്നു എന്ന് മനസ്സിൽ പറഞ്ഞാൽ പോരാ, അത് ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ ദൃശ്യമാകണം. അപ്പോൾ യേശുക്രിസ്തു ചെയ്തത്, യേശുക്രിസ്തുവിൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ചു, സമർപ്പിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ സമർപ്പിക്കുമ്പോഴാണ് യേശു ചെയ്തതുപോലെ നമ്മളും പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കണക്ക് കൂട്ടാനൊക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് സ്നേഹമാകുന്നത്. 1 യോഹന്നാൻ 3:16. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു
എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയണം. സ്നേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, ബൈബിളിൽ നിന്ന് വായിക്കുന്നു, പഠിക്കുന്നു. ഒരു സ്നേഹത്തിൻ്റെ ഒരു ഗീതം തന്നെ പൗലോസ് 1 കൊരിന്ത്യർ 13 എഴുതിയിട്ടുണ്ട്. സ്നേഹം എന്തെന്ന് നമ്മളൊന്ന് അറിയണം. അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നുള്ളതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു. അപ്പോൾ യേശുവിൻ്റെ ആ പരിത്യാഗം നമ്മൾ ധ്യാനിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുവാ ഈ സ്നേഹമെന്ന്. ആ സ്നേഹം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി പരിത്യജിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇതാണ് പറയുന്നതിൻ്റെ അർത്ഥം. യോഹന്നാൻ അപ്പോസ്തലനെ സുവിശേഷവും എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. സുവിശേഷത്തിലെ 3:16 എന്ന് പറയുന്നത്, യേശു ക്രിസ്തു പിതാവാ ദൈവം നമ്മെ സ്നേഹിച്ചു, പാപികളായിരിക്കെ തൻ്റെ ഏകപുത്രനെ തരുവാൻ തക്കവണ്ണം അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി തന്നെ. അതാണ് ബൈബിളിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് വാചകം. ഇവിടെ 3:16 വീണ്ടും നമ്മൾ പറയുന്നത് ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൻ്റെ 3:16. അവിടെ യേശുക്രിസ്തുവിൻ്റെ ആ ബലിയെക്കുറിച്ചാണ് പറയുന്നത്, സ്നേഹത്തെക്കുറിച്ച്. അതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവനെ അർപ്പിക്കണം എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളെ സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി സമർപ്പിച്ചു. സുരഭില കാഴ്ച, ബലി, ഇത് പഴയ നിയമത്തിലെ ഒരു പ്രയോഗമാണ് ഈ ബലിയെക്കുറിച്ചുള്ളത്. ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ സമർപ്പണം കാണിക്കുവാൻ പഴയ നിയമത്തിലെ ബലിയുടെ ആ സങ്കേത പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുരഭില കാഴ്ചയും ബലിയും, സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ അർപ്പിച്ചു. പഴയ നിയമ ബലികളിലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്ന സുഗന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 12-ാം വാക്യം, മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം, അത് കർത്താവിനുള്ള ദഹനബലിയാണ്, കർത്താവിന് പ്രസാദകരമായ സുഗന്ധം. ആ ബലി ഒരു സുഗന്ധമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് ആ ബലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലേവ്യ പുസ്തകം 3:5, അഹ്റോൻ്റെ പുത്രന്മാർ, അവരാണല്ലോ ബലിയുമായി ബന്ധപ്പെടുന്നവർ, അഹ്റോൻ്റെ പുത്രന്മാർ അവ ബലിപീഠത്തിൽ വിറകിന് മുകളിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം, അത് ദഹനബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും. അതങ്ങ് നല്ല സൗരഭ്യം വീശി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കും എന്ന് അർത്ഥം. ചിതറിപ്പാർക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒന്നിച്ച് സ്വീകരിക്കുമെന്ന് പഴയ നിയമത്തിലെ പ്രവചനങ്ങളുണ്ട്. ആ ഒന്നിച്ച് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞൊരു വാചകം, സുഗന്ധ ധൂപം പോലെ സ്വീകരിക്കും. ചിതറിപ്പാർക്കുന്ന ഇസ്രായേൽ ജനത്തെ സുഗന്ധ ധൂപം പോലെ കർത്താവ് സ്വീകരിക്കുമെന്ന്. എസെക്കിയേൽ 20:41 വാക്യം, നിങ്ങൾ ചിതറിപ്പാർത്തിരുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സുഗന്ധധൂപം പോലെ ഞാൻ സ്വീകരിക്കും. ജനതകൾ കാൺകെ നിങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും. പഴയ നിയമത്തിൽ ദൈവത്തിനും ആരാധകനും ഇടയിൽ ഒരു പുരോഹിതനുണ്ടായിരിക്കണം. ദൈവവുമായി പ്രവേശനം ഉണ്ടാക്കുന്നതും ദൈവവുമായി പ്രവേശനം ഉണ്ടാക്കി അതിന് ആ പുരോഹിതൻ ആവശ്യമാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തുവാണ് പ്രധാന പുരോഹിതൻ. മധ്യസ്ഥനും ക്രിസ്തു തന്നെ. ജനങ്ങൾക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്നതാണ്, തന്നെ അങ്ങ് സമർപ്പിക്കുന്നതാണ് ഈ പുതിയ നിയമത്തിൽ കാഴ്ചവസ്തു. കർത്താവായ യേശു നമുക്ക് വേണ്ടി കാഴ്ചവസ്തുവായിട്ട് സമർപ്പിച്ചു.
ഇനി ബലി സുഗന്ധ ധൂപമായിട്ടാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ നമ്മൾ പറയും, എൻ്റെ പ്രാർത്ഥന കർത്താവേ സുഗന്ധ ധൂപം പോലെ നീ കൈക്കൊള്ളണമേ. മണമാണല്ലോ, അപ്പം ദൈവത്തിന് പ്രീതികരമായിരിക്കും എന്നതിൻ്റെ ഒരു സൂചന. സ്നേഹത്തിൻ്റെ ബലി ക്രിസ്തു അർപ്പിക്കുമ്പോൾ അവൻ്റെ പൗരോഹിത്യത്തിൽ സജീവമായി ചേർന്ന് നിന്നുകൊണ്ട് ആ ബലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവാണ് ബലിയർപ്പിക്കുന്നത്, അവനാണ് പുരോഹിതൻ. അവൻ്റെ ആ ബലിയർപ്പണത്തിൽ നമ്മളോട് ചേർന്ന് പങ്കുകൊള്ളണം. അതിനാണ് നമ്മളെ വിളിച്ച് ചേർത്തിരിക്കുന്നത്. പുരോഹിതൻ യേശു ക്രിസ്തു തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ വിശുദ്ധരായി ജീവിക്കണം, വിശ്വാസികളായിരിക്കണം. നമ്മുടെ ആ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ നടപ്പിൽ ചില പ്രത്യേകതകളുണ്ടായിരിക്കും. അവനെ ഒരാൾ വിശ്വാസിയാണോ അല്ലയോ എന്ന് മറ്റൊരാൾ കണ്ടാൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകും ഈ വ്യക്തി ഒരു വിശ്വാസിയാണ്. അവരുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകളുണ്ടായിരിക്കും. ഒന്ന്, അവരൊരു പുതിയ ജീവിതമാണ് നയിക്കുന്നത്, പഴയ ജീവിതമൊന്നുമല്ല. അവർ തന്നെ ഒരു സുഗന്ധ ധൂപമാണ്. ഒരു പുതിയ ജീവിതം അവർ നയിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:4 പൗലോസ് എഴുതിയിരിക്കുന്നു, അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. പൗലോസ് പറയുന്നത് നമ്മളെല്ലാം സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യൻ, പഴയ ജീവിത രീതി, പഴയ വിശ്വാസ കാര്യങ്ങൾ എല്ലാം അങ്ങ് കളഞ്ഞു, അതിനെ കുഴിച്ചിട്ടിരിക്കുന്നു. അതാണ് ജ്ഞാനസ്നാനത്തിൻ്റെ അർത്ഥം. പഴയതിനെ അങ്ങ് കളഞ്ഞു, സംസ്കരിച്ചു. എന്നിട്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൻ മഹത്വത്തിൽ, പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റു, നമ്മളും ഉയർത്ത് എഴുന്നേൽക്കും. എന്തിന്? ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിന്. പഴയത് കളഞ്ഞിട്ട് ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് നാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. പഴയതിനെ പിന്നെ പിടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനല്ല, എല്ലാം അങ്ങ് കളയണം. സംസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴിയിലങ്ങിട്ടു മണ്ണിട്ട് നികത്തി, ഇനിയില്ല. ക്രിസ്തുവിൻ്റെ ബലിയാൽ നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നാം വീണ്ടും ഉയർത്തിരിക്കുകയാണ് പുതിയ ജീവിതം നയിക്കാൻ. ഇങ്ങനെ വേണം നാം ജീവിക്കുവാൻ. രണ്ടാമത്തെ ഒരു പ്രത്യേകത, അവൻ വിശ്വാസത്താൽ വേണം നയിക്കപ്പെടാൻ. നമ്മൾ നയിച്ചുകൊണ്ട് പോവുകയാണ് ക്രിസ്തു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ നടന്ന് മുന്നോട്ട് പോകേണ്ടത്. 2 കൊരിന്ത്യർ 5:7 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ട്. ഒരു ക്രിസ്ത്യ വിശ്വാസി തന്നെയാണല്ലോ നമ്മൾ വാക്കുപയോഗിക്കുന്നത്. അവനൊരു വിശ്വാസിയാണ്. നമ്മൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മുടെ വിശ്വാസത്യങ്ങളെല്ലാം യുക്തിപൂർവം ഉള്ളതാണ്. യുക്തിപൂർവമല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കുന്നില്ല, പക്ഷെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കുന്നു. അബ്രഹാം പിതാവിനെ വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്നത്, പിന്നെ ഇസ്ഹാക്ക്, യാക്കോബ്, വിശ്വാസികളുടെ പിതാക്കന്മാരൊക്കെ അവർ. എന്തുകൊണ്ട്? കണ്ടതുകൊണ്ടല്ല, അവരോട് സംസാരിച്ച ദൈവത്തിൻ്റെ ശബ്ദം അവർ വിശ്വസിച്ചു. ദൈവം അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ അവർ വിശ്വാസം അർപ്പിച്ചു. അത് സംഭവിക്കുന്നു. എന്നോട് കർത്താവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും, എനിക്ക് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിശ്വാസമാണ്. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, പാപപരിഹാരമായിട്ട് അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടു, ഞാൻ അവനാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവൻ എൻ്റെ രക്ഷകനാണ്. ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് സംശയമുണ്ടോ? ഇല്ല. കാര്യം വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. വിശ്വാസത്താലാണ് ഞാൻ നയിക്കപ്പെടുന്നത്. ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്നോട്, നീ ദൈവത്തിൻ്റെ മകനാണ്.
വിശ്വാസത്താലാണ് നാം നയിക്കപ്പെടുന്നത്, കാഴ്ചയാലല്ല. കണ്ടത് ശരിയാണെന്ന് പറയുമല്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരാണത് പറയേണ്ടത്? അത് സത്യമാണ്, അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. യാതൊരു സംശയവും അതിലാവശ്യമില്ല. ഗലാത്യ ലേഖനം 5:16 പൗലോസ് പറയുന്നത്, പൗലോസ് നമ്മളോട് പറയുകയാണ്, നമ്മൾ നയിക്കപ്പെടേണ്ടത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ചായിരിക്കണം. വാക്യം ഇങ്ങനെയാണ്: നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവീൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. നമുക്ക് ജഡവും കൂടെ ഉള്ളത് കൊണ്ട് ജഡത്തിൻ്റേതായ ചില മോഹങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതനുസരിച്ചല്ല നമ്മൾ വ്യാപരിക്കേണ്ടത്. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമ്മൾ വ്യാപരിക്കണം. നമ്മളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ആത്മാവ് പ്രേരിപ്പിക്കും. ആ പ്രേരണയനുസരിച്ച് നമ്മളങ്ങ് വ്യാപരിക്കണം. അങ്ങനെയാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. നാലാമതൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കുകയില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതാണ് സഭയെന്ന് പറയുമ്പോൾ തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ. ആ വിളിക്ക് യോഗ്യമായ ജീവിതം നമ്മൾ നയിക്കണം. കല്യാണ വസ്ത്രം ധരിക്കാതെ വന്നവരെ ഇറക്കി വിട്ടില്ലേ? വിളിക്ക് യോഗ്യമായ രീതിയിൽ നമ്മളായിരിക്കണം. എഫേസോസ് ലേഖനം 4:1 തന്നെ പറയുന്നത്, കർത്താവിന് വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. ഈ ലോകത്തിൽ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. നമ്മൾ ചെയ്യുന്ന ജോലികൾ പലതരത്തിലുള്ളതായിരിക്കും. ആ ജോലികൾക്ക് വേണ്ടിയായിരിക്കാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് യോഗ്യമായ രീതിയിൽ വേണം നമ്മൾ ജീവിതം നയിക്കാൻ. അഞ്ചാമതൊരു കാര്യം, നാം കർത്താവിൻ്റെ അഭീഷ്ടം മനസ്സിലാക്കി ജീവിക്കണം. എഫേസോസ് 5:17 ഇങ്ങനെ പറയുന്നുണ്ട്, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുകയും. കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ഒരു ചുമതലയാണ്. നമുക്ക് വരുന്നത് പോലെ അങ്ങ് ചെയ്താൽ പോരാ. കർത്താവിന് ഇഷ്ടമുള്ളൊരു കാര്യമാണോ? അതെങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കും. കർത്താവിനോട് പ്രാർത്ഥിച്ചൊക്കെ ദൈവം നമുക്ക് ഉത്തരം തരും. ദൈവവചനത്തിൽ ഇതെല്ലാം ഉണ്ട്, നമ്മളത് വായിച്ചൊക്കെ മനസ്സിലാക്കണം. ഏതായാലും കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ. ആറാമത്തെ ഒരു സംഗതി, പ്രകാശത്തിൽ നമ്മൾ സഞ്ചരിക്കണം. നമ്മൾ പ്രകാശത്തിൽ വേണം സഞ്ചരിക്കാൻ. പ്രകാശം എന്ന് പറഞ്ഞാൽ തന്നെ യേശുക്രിസ്തുവാണ്. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കണം. എങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന യേശുവിൻ്റെ രക്തത്താലാണ്. അത് നമ്മൾ വിശ്വസിച്ചാൽ അങ്ങനെ സ്വീകരിക്കണം. മാത്രമല്ല, ആ പ്രകാശത്തിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാകും. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. വിശ്വാസികൾ വേർതിരിച്ച് വിളിക്കപ്പെട്ടവരാണ്. അവർക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ പങ്കുവെറ്റുന്നത് ഈ പ്രകാശത്തിൽ നമ്മൾ നടക്കുന്നത് കൊണ്ടാണ്. ഏഴാമതൊരു കാര്യം, ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി നടക്കണം. യേശു പറഞ്ഞല്ലേ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി നടക്കണം. 1 യോഹന്നാൻ 2:6 പറയുന്നു, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പം ക്രിസ്തു നടന്നു പോയി ഈ ലോകത്ത് ജീവിച്ചപ്പോൾ നടന്നു പോയൊരു വഴി, അത് നമ്മൾ പഠിച്ചാൽ അതേപോലുള്ളൊരു വഴിയിലാണ്
നമ്മൾ നടക്കേണ്ടത്. എല്ലാം സുഖമാണെന്ന് വിചാരിക്കേണ്ട. സങ്കടങ്ങളിൽ കൂടെ, കഷ്ടപ്പാടിൽ കൂടെ, ക്രൂശ് മരണത്തിൽ കൂടെ കടന്നുപോയ ഒരു ജീവിതമാണ്. അതിൽ വിജയിച്ച് അവൻ ഉദ്ധിതനായി എന്നത് ദൈവപുത്രനായതുകൊണ്ട് അവൻ ഉദ്ധിതനായി. ആ വഴിയിൽ കൂടെ വേണം നമ്മൾ നടക്കാൻ എന്ന് ചുരുക്കം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് സ്നേഹത്തിലായിരിക്കണം. കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ മരണത്താലാണ് സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്താൽ സ്നേഹം വെളിപ്പെട്ട് കിട്ടി. യോഹന്നാൻ 15:13 പറയുന്നു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. എത്രമാത്രം സ്നേഹം നമുക്ക് സ്നേഹിതനോട് കാണിക്കുവാൻ സാധിക്കും. ആ സ്നേഹിതന് വേണ്ടി നമ്മുടെ ജീവൻ അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണ്. അതിനെക്കാട്ടി വലിയ സ്നേഹമില്ല. യേശു ആ സ്നേഹം പ്രകടമാക്കി. നമ്മളും അങ്ങനെ ചെയ്താൽ മതി. രണ്ടാമത് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്, ക്രിസ്തു നമ്മെ പ്രതി ദരിദ്രനായി തീർന്നു. എല്ലാം സൃഷ്ടിച്ച പരിപാലിക്കുന്ന എല്ലാത്തിൻ്റെ ഉടമസ്ഥൻ, സൃഷ്ടാവും ഉടമസ്ഥനുമായവൻ നമ്മളെ പ്രതി ദരിദ്രനായി തീർന്നു. 2 കൊരിന്ത്യർ 8:9 പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. അവൻ ദരിദ്രനായി, നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാണ് അങ്ങനെ യേശു ചെയ്തത്. മൂന്നാമതൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ടത്. ഗലാത്യർ 1:4, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ ഇടയാക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന സംഗതി, യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് നമ്മൾ വിശ്വസിച്ച് അറിഞ്ഞിരിക്കണം, അംഗീകരിക്കണം. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ആയി അങ്ങ് ജീവിച്ചാൽ എല്ലാമായി സ്വർഗം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ഏകരക്ഷകൻ യേശു ക്രിസ്തുവാണ്. അതിൽ കൂടെ മാത്രമേ അങ്ങോട്ട് കയറാനൊക്കത്തുള്ളൂ സ്വർഗത്തിലേക്ക് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 എഴുതിയിരിക്കുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ നാമം. ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. വേറെ ചിലരൊക്കെ വിളിച്ച് സമയം കളയാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇവിടെ ഒരു നാമമേ ഉള്ളൂ, ആ നാമം മാത്രമാണ് നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളത്. അഞ്ചാമതറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിത്യജീവൻ്റെ വചനങ്ങൾ യേശുവിൻ്റെ പക്കലാണുള്ളത്. എവിടെയും ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നിത്യജീവൻ ലഭിക്കാനുള്ള വചനങ്ങൾ അതിൻ്റെ അകത്ത് കാണുമെന്നൊന്നും വിചാരിക്കേണ്ട. നിത്യജീവൻ്റെ വചനങ്ങൾ അത് യേശുവിൻ്റെ പക്കലാണുള്ളത്. യോഹന്നാൻ സുവിശേഷം 6:68 പറയുന്നു, പത്രോസ് പറഞ്ഞൊരു വാചകമാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ഞങ്ങളിനി എവിടെ പോകേണ്ടത്? ഞങ്ങൾക്ക് എവിടെ പോകാനാ? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. യേശു ഒരിക്കൽ ആ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും അങ്ങ് പോവുകയാണോ? മറ്റു കുറച്ച് പേരൊക്കെ പോയി, നിങ്ങളും അങ്ങ് പോവുകയാണോ? പോകണമെങ്കിൽ പൊക്കോ എന്നുള്ള രീതിയിൽ. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ഇനി ഞാൻ മൂന്നാമത്തെ വാചകത്തിലോട്ട് കയറുകയാണ്. 5:3, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവീൻ.
നമ്മൾ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കണം. കൃത്യമായ നിർമ്മലത ഉണ്ടായിരിക്കണം. സങ്കീർത്തനം 24:3-4 വാക്യങ്ങൾ ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് ചോദിക്കുന്നു, കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്തെ ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവർക്കാണ് കർത്താവിൻ്റെ മലയിൽ കയറുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ കാണുവാൻ ആർക്കാണ് ഈ സാധ്യതയുള്ളത്? യേശു പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്. മലയിലെ പ്രസംഗത്തിൽ യേശു അത് പറഞ്ഞിട്ടുണ്ട്. മത്തായി 5:8 വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണമല്ലോ, ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ കാണാനേ പറ്റത്തില്ല. വ്യാജ പ്രബോധനങ്ങൾ നൽകുന്നവർ, ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുന്നവർ എന്നിവരെയെല്ലാം ശാസിക്കണമെന്നാണ് പൗലോസ് തിമോഥെയോസിനോട് നിർദ്ദേശിക്കുന്നത്. 1 തിമോഥെയോസ് 1:5 വാക്യം പറയുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിലും നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. നാം വിശുദ്ധരായി ജീവിക്കേണ്ടതാണ്. ക്രിസ്ത്യ വിശ്വാസികളെയെല്ലാം വിശുദ്ധർ എന്നാണ് ബൈബിൾ അഭിസംബോധന ചെയ്യുന്നത്. ഏതാനും പേർക്ക് മാത്രമല്ല വിശുദ്ധരെ, എല്ലാ വിശ്വാസികളും, വിശ്വാസികളായ എല്ലാവരും വിശുദ്ധരാണ്. വിശുദ്ധരായ ജനത്തിൻ്റെ ആ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത് തന്നെ. ഹെബ്രായ ലേഖനം 12:14 പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവീൻ, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവീൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവിനെ കാണണമെന്ന് നമ്മുടെ എല്ലാം ആഗ്രഹമാണ്. കാണണമെന്നുണ്ടെങ്കിൽ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുക സാധിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ഒരു ശുചീകരണ കർമ്മത്തെക്കുറിച്ച് യോഹന്നാൻ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. തൻ്റെ അന്ത്യ അത്താഴ സമയത്ത് യേശു ശിഷ്യരുടെ കാലുകൾ കഴുകുന്നതാണ് ആ സന്ദർഭം. സാധാരണയായി അടിമകൾ യജമാന്മാരുടെ കാലുകൾ കഴുകുക എന്ന പതിവാണ് അക്കാലത്ത് നിലനിന്നിരുന്നത്. എന്നാൽ ഇവിടെ സർവപ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ വന്നപ്പോൾ അവൻ തൻ്റെ ശിഷ്യരുടെ കാലുകൾ കഴുകുകയാണ്. എന്നാൽ യേശു തൻ്റെ കാലുകൾ കഴുകുന്നത് ശരിയല്ല എന്ന് പത്രോസിന് തോന്നി. പത്രോസ് തടസ്സം പറഞ്ഞു, അല്ല, എന്നെ കഴുകല്ലേ. യേശു മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ എന്നുകൂടി യേശു പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം പത്രോസ് പെട്ടെന്ന് പറഞ്ഞു, എന്നാൽ എൻ്റെ കാല് മാത്രമല്ല, അങ്ങ് മൊത്തം അങ്ങ് കഴുകി ശുദ്ധീകരിക്കാൻ. കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. യേശുവിൻ്റെ കാൽവരിയിലെ ബലിയാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തിരിക്കുകയാണ്. അവൻ്റെ രക്തത്താൽ നാം വെടിപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നാം അത് വിശ്വസിക്കുക. പാപത്തിൽ നിന്നുമുള്ള കഴുകലിനായി യേശു ക്രിസ്തു രണ്ടാമത് ബലി അർപ്പിക്കപ്പെടേണ്ടതില്ല. ഒരു ബലി അർപ്പിച്ചു, അത് മതി.
എന്നേക്കുമായിട്ടുള്ള ഏക ബലിയാണ് യേശു കാൽവരിയിൽ നടത്തിയത്. അത് മതി. പക്ഷേ മാനുഷിക ബലഹീനത മൂലം വീണ്ടും നമ്മൾ പാപം ചെയ്യാൻ ഇടയുണ്ട്. അതിനെയാണ് കാലിലെ പൊടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധിയുള്ളവരാ, പക്ഷേ കാലൊന്ന് കഴുകണമെന്ന് യേശു പറയാൻ കാരണം അതാണ്. ഇടയ്ക്കൊക്കെ വല്ല പാപം ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലിലെ പൊടി എന്ന വാക്ക് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അതും കഴുകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിനോട് പങ്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ക്രിസ്തു വീണ്ടും ബലിയർപ്പിക്കേണ്ടതില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മളെ യേശു തന്നെ ശുചിയാക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ശുചിയാക്കുക എന്ന കർമ്മം നമ്മളല്ല ചെയ്യുന്നത്, യേശു തന്നെ നമ്മളെ ശുചിയാക്കും. യേശു കർത്താവ് തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മൾ സ്വയം അതിന് ചെയ്യുവാൻ പ്രാപ്തരല്ല. അറിയാതെ ചില വീഴ്ചകളൊക്കെ വരാം. ദാവീദ് അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അറിയാതെ പറ്റുന്ന വീഴ്ചകളെക്കുറിച്ചും ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചും ദാവീദ് സൂചിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 19:12-13 പറയുന്നു. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ. വ്യഭിചാരം, അശുദ്ധി, അത്യാഗ്രഹം ഇവയുടെ പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. പൗലോസ് എഫെസോസുകാരോട് പറഞ്ഞിരിക്കുകയാണ്. ചാരിത്രശുദ്ധി പാലിക്കണം. നമ്മൾ കണ്ണുകളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിരിക്കണം. ജോബിൻ്റെ പുസ്തകം 31:1 പറയുന്നു. ജോബ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഇല്ല, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് വരത്തില്ല. ഇതാണ് ജോബ് പറഞ്ഞിരിക്കുന്നത്. വ്യഭിചാരം എന്ന കുറ്റത്തെക്കുറിച്ച് വളരെ കർശനമായി യേശു കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നു. മത്തായി 5:28-29 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്ത് കണ്ണ നിനക്ക് പാപഹേതുവാകുന്നു എങ്കിൽ അത് ചൂഴ്ഞ്ഞെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് ഇച്ചിരി നഷ്ടമാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുമെങ്കിലും നരകത്തിൽ പോകുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഈ നഷ്ടം സഹിക്കുന്നത്. ഇതാണ് യേശു അവിടെ വിശദീകരിക്കുന്നത്. യേശുവിൻ്റെ ഒരു കാര്യം പഠിപ്പിക്കുന്ന ഇതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്, ഒരു പ്രവൃത്തി പാപമാകുന്നത് അത് പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോഴാണ് എന്നൊരു ചിന്ത യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു കാണും. മറ്റു ജാതികളുടെ ഇടയിലും അങ്ങനെയൊക്കെ ഉണ്ട്. ആ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് പാപമാകുന്നതെന്ന്. അങ്ങനെയല്ലെന്നാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹൃദയത്തിൽ അത് വരുമ്പോൾ തന്നെ പാപമായി. നിൻ്റെ കണ്ണുകൊണ്ട് നീ ഒന്ന് നോക്കിയാൽ വ്യഭിചാരം തന്നെയായി. അത് കാര്യം ശ്രദ്ധിക്കണം. അത് പലരും ശ്രദ്ധിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും പലരും ഞാൻ പ്രവൃത്തി ഇല്ലല്ലോ എന്നങ്ങ് സമാധാനിക്കും. അങ്ങനെയല്ല. പ്രവൃത്തി ചെയ്തു എന്നുള്ളതല്ല, പ്രവൃത്തി ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് നീ എത്തിച്ചേർന്നോ? നിൻ്റെ കണ്ണതിന് പ്രേരിപ്പിച്ചോ? നിൻ്റെ കാലോ നിൻ്റെ കൈയോ അതിന് പ്രേരിപ്പിച്ചോ? എങ്കിൽ നീ പാപം ചെയ്ത് കഴിഞ്ഞു. ആ ലിസ്റ്റിൽ നിന്നെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാപം ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യം, അത്യാഗ്രഹത്തിൽ നിന്ന് അകന്നിരിക്കണം. അത് കർത്താവ് ആഹ്വാനം ചെയ്യുന്നൊരു കാര്യമാണ്. ഭോഷനായ ഒരു ധനികനെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ യേശു അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പിതൃസ്വത്ത് സഹോദരനുമായി പങ്കുവെച്ച് തരണമേ, അതിന് വന്നൊന്ന് സഹായിച്ച് തരണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. യേശു ചോദിക്കുകയാണ്,
എന്നെ നിങ്ങളുടെ സ്വത്ത് ഭാഗിക്കുന്നവനായി ആരാണ് നിയമിച്ചത്? എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവീൻ. യേശു അരുളി ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 12:15 പറയാണ്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. യേശുവിനെ പിതൃസ്വത്ത് ഭാഗിക്കാൻ സഹോദരനോട് കൽപ്പിക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ യേശുവിനെ ഒരാൾ വിളിച്ചതാണ്. നമ്മുടെ ഇടയിലാണെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ ആരെങ്കിലും ക്ഷണിച്ചാൽ ഞാനത് വന്ന് മധ്യസ്ഥത ചെയ്ത് ഭാഗിച്ചു തരാം എന്നാണ് പറയുന്നത്. അത് ഏതാണ്ട് വലിയ അനുഗ്രഹം പോലെ നമ്മൾ കാണുന്നത്. പക്ഷേ യേശു അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വസ്തുവകകളോടുള്ള ആസക്തിയാണ് അതിൻ്റെ കൃത്യം പകുതി എനിക്കുള്ളത്. ഒരടി അങ്ങോട്ട് പോകാൻ പാടില്ല. ഈ ഭൂമിയിലെ മണ്ണിനോടുള്ള ആഗ്രഹമാണ് നിങ്ങളെ നയിക്കുന്നത്. അതിന് വിഭജിച്ച് തരാനുള്ളൊരു മധ്യസ്ഥനല്ല ഞാൻ. നിങ്ങൾ സകല അത്യാഗ്രഹങ്ങളിൽ നിന്നും മാറി നിൽക്കണം. വ്യത്യസ്തമായ ജീവിതശൈലിയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, മനുഷ്യജീവിതം ധന്യമാകുന്നത് ഈ സമ്പത്ത് കൊണ്ടൊന്നുമല്ല. സമ്പത്ത് കൊണ്ട് ഒത്തിരി നിങ്ങളങ്ങ് ധന്യമായെന്നാണോ വിചാരം? ഇല്ല, അങ്ങനെയൊന്നും ആകത്തില്ല. മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല എന്ന് യേശു അരുളി ചെയ്തു. ഭാഗിച്ചു കൊടുക്കാനൊന്നും യേശു പോയില്ല. ഇത് നമ്മുടെ ജീവിതത്തിലും അനുകരിക്കേണ്ട മാതൃകയാണത്. സമ്പത്ത് കുന്നുകൂട്ടുക എന്നതാണ് മനുഷ്യൻ ലക്ഷ്യമാക്കി വച്ചിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരെ നോക്കിയാൽ അറിയാം. ലക്ഷ്യം എന്താണ്? സമ്പത്ത് കൂട്ടി 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 അങ്ങ് വെക്കുക. തുടർന്ന് യേശു ഒരു ധനികൻ്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഒരു ധനികനായ മനുഷ്യൻ. ധനികനായിരുന്നെങ്കിലും ഫോഷനായ ധനികൻ എന്ന് വേണേൽ നമുക്ക് പറയാം. ഒരു കാലഘട്ടത്തിൽ അയാൾക്ക് ധാരാളം സമൃദ്ധമായ രീതിയിൽ വിളവങ്ങ് ലഭിച്ചു. ഇനി എന്ത് ചെയ്യാനാണ്? അറപ്പുരകളൊക്കെ പൊളിച്ച് വലുതാക്കി അങ്ങ് പണിയുക. ചാരുകസാരയിൽ കിടന്നുകൊണ്ട് അയാൾ പറയുക, എൻ്റെ ആത്മാവേ വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. ഇതയാൾ പറഞ്ഞത് ലോകത്തിലെ ജനങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം, ഒരു പൊതു പ്രസ്താവനയായിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക. ആനന്ദമാണ് എല്ലാവർക്കും വേണ്ടത്. എങ്ങനെ ആനന്ദിക്കണം? തിന്നുക കുടിക്കുക, തിന്നുക കുടിക്കുക. ആനന്ദിച്ചുകൊണ്ടിരുന്നാൽ മതിയെന്നാണ് പൊതുജനം വിചാരിക്കുന്നത്. അങ്ങനെയുള്ളൊരാളിനെയാണ് യേശു ഭോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ ചോദിക്കും. തിരികെ ചോദിക്കാനുള്ള അവകാശമുള്ള ആളാണ് ഞാൻ, ഉടമസ്ഥൻ ഞാനാണ്. നിൻ്റെ ആത്മാവിനെ തിരികെ ചോദിക്കും ഈ രാത്രി. നീ പകരം എന്ത് കൊടുക്കും? നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതായിരിക്കും? ബുദ്ധിപൂർവ്വം ചിന്തിക്കണ്ടേ? പോഷനായിരുന്നാൽ മതിയോ? ഒരു കാര്യം കൂടെ യേശുവോട് സൂചിപ്പിക്കുന്നു. ഈ രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ ചോദിക്കും. ചിലർ വിചാരിക്കുന്ന അങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കാം, മരിക്കത്തില്ലെന്ന്, അങ്ങ് ജീവിക്കാം, അങ്ങ് സുഖമായിട്ടിരിക്കാമെന്ന. എപ്പോഴാണ് ആത്മാവിനെ തിരികെ ചോദിക്കുന്നത് നമുക്കറിയത്തില്ലല്ലോ. തിരികെ ചോദിക്കും. ഡേറ്റും ടൈമൊക്കെ നേരത്തെ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ജനനവും അവൻ്റെ മരണവും ഇമ്പഡഡാണ്, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതാണ്. എന്ന് ജനിക്കണം, എന്ന് മരിക്കണം. ജീവിതത്തിൻ്റെ അവസ്ഥകൾ എഴുതപ്പെടാത്തതായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. യാദൃച്ഛികമായിട്ട് ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ മരണത്തിന് തയ്യാറായിരിക്കണം എന്നാണ് കർത്താവ് നമ്മളോട് അവിടെ സൂചിപ്പിക്കുന്നത്. പോഷന്മാരാകരുത്. ദൈവീയ ആഗ്രഹത്തിന് ചില ദൂഷ്യഫലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളെന്ന് അറിഞ്ഞിരിക്കണം. ബൈബിൾ പറയുന്നതനുസരിച്ച്, ഒന്ന്, ഭവനത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും.
നമ്മുടെ വീട്ടിൽ പ്രയാസങ്ങളുണ്ടാകും. എങ്ങനെ? സുഭാഷിതങ്ങൾ 15:27 പറയുന്നു, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു, കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. ആരാണ് ഏറെ നാൾ ജീവിക്കുന്നത്? കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. വേറൊന്ന്, ദ്രവ്യാഗ്രഹത്തിൻ്റെ വേറൊരു ദൂഷ്യഫലം നിരാശ ഉണ്ടാക്കുന്നു. സഭാപ്രസംഗി 5:10, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. മൂന്നാമത്തെ ഒരു കാര്യം അറിയേണ്ടത്, അതൊരു മടയത്തരമാണ്. ജെറമ്യാ 17:11 പറയുന്നു, താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. നാലാമത്തെ ഒരു കാര്യം, വിശ്വാസം വിട്ട് ഉഴലും. 1 തീമോഥെയോസ് 6:9-10 വാക്യങ്ങൾ. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു. അങ്ങനെ വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. മറ്റൊരു ദൂഷ്യം അരിഷ്ടതയുണ്ടാകും. യാക്കോബ് 5:3 പറയുന്നു, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു, ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ച് വച്ചിരിക്കുന്നത്. നമ്മുടെ മാംസത്തെ തിന്നുകളയാൻ ഇടയാക്കരുത് ദ്രവ്യാഗ്രഹം കൊണ്ട്. ഈ ആശയങ്ങളാണ് പൗലോസ് 5:3 വാക്യത്തിൽ നമ്മളോട് പറയുന്നത്. സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് നമുക്ക് അവിടെ നിർത്താം. നമ്മൾ ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് എഫേസ്യോസ് 5-1, 2, 3 വാക്യങ്ങളാണ്. നാം ദൈവത്തെ അനുകരിക്കുന്നവരാകണം. ചുരുക്കം അതാണ്. ആരെയാണ് അനുകരിക്കേണ്ടത്? ദൈവത്തെ അനുകരിക്കുന്നവരാകണം. അതും വത്സല മക്കളെ എന്ന പോലെ നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ക്രിസ്തു സ്വന്തം ജീവൻ പരിത്യജിച്ച് നമ്മെ സ്നേഹിച്ചു. വിശ്വാസികളുടെ നടപ്പിലെ പ്രത്യേകതകൾ നാം കണ്ടു. ചില പ്രത്യേകതകളുണ്ട് വിശ്വാസികളുടെ ജീവിതത്തിലെ നടപ്പിൽ. നാം സ്നേഹത്തിൽ ജീവിക്കണം, ക്രിസ്ത്യമായ രീതിയിൽ നിർമ്മലതയുണ്ടായിരിക്കണം, ശുചീകരിക്കപ്പെട്ടിരിക്കണം, വ്യഭിചാരത്തിൽ നിന്ന് അത്യാഗ്രഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അകന്ന് ജീവിക്കണം. ഇനി നമുക്ക് 147-ാം എപ്പിസോഡിൽ എഫേസ്യോസ് 5:4 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് പഠിച്ച് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധ നടത്തട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.